ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് GTM എന്നാണ് പറയുന്നത്, ഗൂഗിൾ ടാഗ് മാനേജർ. സോ ഈ ഗൂഗിൾ ടാഗ് മാനേജർ ഗൂഗിളിൻ്റെ തന്നെ ഒരു ടൂളാണ്. നമുക്കറിയാം ഗൂഗിളിൽ ധാരാളം ടൂൾസ് ഉണ്ട്. ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിളിൽ നമുക്ക് ആഡ് റൺ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ആഡ്സ്, അതുപോലെ തന്നെ വരുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ടാഗ് മാനേജർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് വെബ്സൈറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് മറ്റേതെങ്കിലും പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടൂളുമായിട്ട് വെബ്സൈറ്റിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഫേസ്ബുക്കിൽ നമ്മൾ ആഡ് റൺ ചെയ്യാൻ നേരത്ത് നമുക്ക് റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്ക് പിക്സൽ അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ പിക്സൽ നമുക്ക് ഡയറക്റ്റ് ഒരു കോഡാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ആ കോഡ് നമ്മൾ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് ട്രിഗറായി റൺ ആവുകയും ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിൽ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ ഈ ഒരു കോഡ് നമ്മൾ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ കൊണ്ടിടുമ്പോൾ ഇങ്ങനെ ഈ ഒരു കോഡ് മാത്രമല്ല, ഇതുപോലെ ധാരാളം കോഡുകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആഡ്സിന്റെ റീമാർക്കറ്റിംഗ് ടാഗുകൾ, ഗൂഗിൾ അനാലിറ്റിക്സിന്റെ ടാഗുകൾ, ലിങ്ക്ഡിന്റെ ടാഗുകൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ കൺവേർഷൻ ട്രാക്കിംഗ് കോഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ ഓരോ കോഡുകളും നമ്മൾ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് മാത്രമല്ല, നമുക്കൊരു ഡെവലപ്പറിന്റെ ഒരു ഹെൽപ്പും വേണ്ടി വരും. ബിക്കോസ് ഇതിന്റെ ബാക്ക് എൻഡിൽ കോഡായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ട് ഈ ഒരു കോഡ് നമ്മുടെ വെബ്സൈറ്റിന്റെ ആ ഒരു കോഡിംഗ് സ്കില്ല് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി നമുക്ക് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബാക്ക് എൻഡ് കൊണ്ടിടുമ്പോൾ കുറച്ച് ടഫായിരിക്കും. അതായത് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അത് ക്രാഷായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ടും നമുക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ടൂൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഗൂഗിൾ ടാഗ് മാനേജറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് മാത്രം മതി. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് ലോഗിൻ ചെയ്യുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ടൂളിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയായിരിക്കും ഇന്റർഫേസ് വരുന്നത്. അതല്ല പുതിയതായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇന്റർഫേസ് ഇങ്ങനെയല്ലായിരിക്കും. അവിടെ നമ്മൾ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവിടെ നിന്ന് ഒരു കോഡ് കിട്ടും. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു കോഡ് കിട്ടും. ഈ കോഡ് വേണം നമ്മൾ ആദ്യം വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഈ ഒരു വെബ്സൈറ്റും ഗൂഗിൾ ടാഗ് മാനേജറുമായിട്ട് കണക്ട് ആവുകയും പിന്നെ നമുക്ക് വേണ്ട കോഡുകളെല്ലാം വെബ്സൈറ്റിൽ കൊണ്ടിടാതെ നമുക്ക് ഈ ഒരു ടാഗ് മാനേജറിൽ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതിയാകും. സോ ഓൾറെഡി ഈ ഒരു ടാഗ് മാനേജറും വെബ്സൈറ്റുമാണ് കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടാഗ് മാനേജർ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന അതിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വെബ്സൈറ്റ് ടാഗ് മാനേജ്മെന്റ് ടൂൾസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ ഓൾറെഡി ഒരു ടാഗ് മാനേജറിന്റെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെയായിരിക്കും വരുന്നത്. സോ ഇവിടെ നമുക്ക് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ആദ്യം അക്കൗണ്ടിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ അക്കൗണ്ട് സെറ്റപ്പ്, അതായത് അക്കൗണ്ടിന്റെ നെയിം കൊടുക്കണം, നിങ്ങളുടെ കമ്പനിയുടെ നെയിം കൊടുക്കാം. അതുപോലെ കൺട്രി ചൂസ് ചെയ്യണം. ഏത് കൺട്രിയാണ്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ന് ചൂസ് ചെയ്യുക. അതല്ല US ആണെങ്കിൽ ആ ഒരു കൺട്രി നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ടെയ്നർ നെയിം, അതായത് നിങ്ങളുടെ ഡൊമൈൻ്റെ നെയിം നിങ്ങൾ ഇവിടുന്ന് www. സൈറ്റിന്റെ പേര് .com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഏതുമായിട്ടാണ് ഈ ഒരു ടൂള് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതായത് ഗൂഗിൾ ടാഗ് മാനേജർ കണക്ട് ചെയ്യേണ്ടത്
പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് വെബിലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. iOS, ആൻഡ്രോയിഡ്, AMP, ആക്സിലേറ്റർ, മൊബൈൽ പേജസ് ആണത്. സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ വേറെ എന്തെങ്കിലും സെർവറുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ 5 ഓപ്ഷൻസ് ചോദിക്കും. നമുക്ക് അതിൽ നിന്ന് നമുക്കിവിടെ വേണ്ടത് വെബാണ്. വെബ്സൈറ്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ വെബ്സൈറ്റ് ചൂസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ആപ്പ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് iOS, ആൻഡ്രോയിഡ് റെസ്പെക്റ്റീവ്ലി സെലക്ട് ചെയ്യുന്നതാണ്. സോ അതിനുശേഷം തന്നെ ഇത് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് നമ്മൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്നത് നിങ്ങൾക്കൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നെയിം എല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്ത് വെബെല്ലാം കൊടുത്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അത് കണ്ടെയ്നറും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു കോഡ് കിട്ടും. ആ കോഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റും ഈ ഒരു ടാഗ് മാനേജറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ കോഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിൻ്റെ കോഡ് നിങ്ങൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ്പ്രസ്സിലാണെങ്കിൽ നമുക്ക് കോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്ലഗിൻ കിട്ടും. ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ കോഡ് സ്നിപ്പറ്റ് എന്നാണ് ആ ഒരു പ്ലഗിൻ്റെ പേര്. ആ കോഡ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്ലഗിൻ്റെ ഹെഡർ സെക്ഷൻ എടുത്തിട്ട് അവിടെ നിങ്ങൾ ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഓപ്പണിംഗ് ബോഡി ടാഗിൽ, ആഫ്റ്റർ ഓപ്പണിംഗ് ബോഡി ടാഗിൽ ബോഡി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ഒരു പ്ലഗിൻ്റെ അവിടെ നിങ്ങൾ ഈ രണ്ടാമത്തെ കോഡും പേസ്റ്റ് ചെയ്യാം. ഈ 2 കോഡും പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ നിങ്ങൾക്ക് ഇവിടുന്ന് പബ്ലിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പബ്ലിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കോഡും ആ ഒരു വെബ്സൈറ്റ്, ഈ ഒരു ടാഗ് മാനേജറും ആ ഒരു വെബ്സൈറ്റുമായിട്ട് കണക്റ്റഡ് ആവുകയും അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡുകൾ, സോ നമുക്കറിയാം നമ്മളിപ്പം ഈ ഒരു കോഡ്, അതായത് നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ നിന്നും ഒരു കോഡ് കിട്ടി. സോ ആ ഒരു കോഡ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റിൽ വേർഡ്പ്രസ്സിലാണെങ്കിൽ വേർഡ്പ്രസ്സിൽ ഒരു പ്ലഗിനിലാണ് നമ്മൾ കൊണ്ടിട്ടത്. സോ ഈ ഒരു ടൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പിക്സലും ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗും പിന്നെ കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യുന്ന എന്തെങ്കിലും കോഡുകൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ലിങ്ക്ഡിൻ്റെ ടാഗുകൾ, അങ്ങനെയുള്ള ടാഗുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് ഇതിലെല്ലാം കോഡുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിനെ കൊണ്ട് ഇടേണ്ടി വരും. സോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും വെബ്സൈറ്റ് സ്ലോ ആകാനും പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഇല്ല, അല്ലെങ്കിൽ ഡെവലപ്പറിൻ്റെ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജറിൽ കോഡ് ഇട്ടുകൊണ്ട് പോയി നിങ്ങൾക്ക്, മാത്രമല്ല ഇത് ഒരുപാട് കാര്യങ്ങൾ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കൺവേർഷൻസ് ട്രാക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഒരുപാട് ആഡുകൾ റൺ ചെയ്യുന്നുണ്ട്. ആ ആഡിൽ അല്ലെങ്കിൽ നമ്മുടെ പേജുകളിൽ വരുന്ന കാര്യങ്ങൾ, ഇവൻറ്റുകൾ, കൺവേർഷൻസ് എന്തൊക്കെയാണ്, ക്ലിക്കുകൾ, അങ്ങനെ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ആ ടൂൾ യൂസ് ചെയ്തതിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ടൂള് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്? സോ ഇതിനകത്ത് ഇനി ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകത്താണ് നമ്മൾ ടാഗുകൾ എന്ന് പറഞ്ഞ പോലെ പിക്സൽ എങ്ങനെ ആഡ് ചെയ്യാം, ഗൂഗിൾ അനാലിറ്റിക്സ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ലിങ്ക്ഡിൻ ഇൻസൈഡ് ടാഗുകൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് എങ്ങനെ ഇവിടെ ഒരു കൺവേർഷൻസ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ത്രൂ എങ്ങനെ ട്രാക്ക് ചെയ്യാനോ അതിൻ്റെ റിസൾട്ട് അങ്ങനെ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നോക്കാം. സോ ഇതൊരു പവർഫുൾ ആയിട്ടൊരു ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം. താങ്ക് യു.